We're also being joined by Rajesh Sharma, father of Aditya Sharma, one of the Indian seafarers. Rajesh ji, धन्यवाद जुड़ने के लिए. Thank you for taking out the time. राजेश जी बता सकते हैं थोड़ा सा आपके बेटे से कब बात हुई थी, क्या जानकारी है आपके पास? फोन पे मेरी लास्ट जो बात हुई थी वो लास्ट संडे को ही हुई थी और व्हाट्सएप चैट जब उसका शिप हिट हुआ है उससे कोई 1 घंटा पहले उसका मैसेज था कि देर कोई नए कैप्टन आए बस गुड नाइट का। उसके बाद हम कल ट्राई करते रहे, पूरा दिन उसका कॉल नहीं लगा ना फोन लगा और तब शाम को मुझे जलंधर में खबर मिली कि ऐसे वैसल हिट हुआ है और हमारा बेटा आदित्य शर्मा मिसिंग है। जी बहुत दुखद समय जी। राजेश जी, हम समझते हैं बात करना भी इस समय कितना मुश्किल होगा आपके लिए। I think Israel should now ethnically cleanse the whole Gaza and make it non-Muslim territory. This is only solution to maintain peace there. Kudus to Mossad and IDF. ഇങ്ങനെ ഒരു ഘട്ടത്തില് സന്തോഷിക്കാൻ പാടുണ്ടോ? മറ്റൊരാളുടെ വേദനയില് സന്തോഷിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ മെന്റാലിറ്റി എന്ന് പറയുന്നത് യെസ്, സന്തോഷിക്കണം, ആർത്തുല്ലസിക്കണം, പൊട്ടിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഞാനിത് പറയാനുണ്ടായ കാരണം നിങ്ങളിപ്പോ കേട്ട വീഡിയോ, നിങ്ങളിപ്പോ കണ്ട വീഡിയോ, അതിൽ സംസാരിക്കുന്ന രാജേഷ് ശർമ്മ എന്ന് പറയുന്ന പഞ്ചാബുകാരൻ നല്ല ഒന്നാന്തരം അന്ധഭക്തനാണ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അന്ധഭക്തൻ, സംഘ് പരിവാറിന്റെ ഏറ്റവും വലിയ പടയാളികളിൽ ഒരാൾ, സംഘ് പരിവാറിന് വേണ്ടി സോഷ്യൽ മീഡിയകളിൽ വിദ്വേഷവും വെറുപ്പും നിരന്തരം തുപ്പിക്കൊണ്ടിരിക്കുന്ന വിഷജന്തു, അതാണ് രാജേഷ് ശർമ്മ. ആ രാജേഷ് ശർമ്മ ഒരു 3 വർഷം മുമ്പ് എക്സില് തന്റെ ട്വിറ്റർ അക്കൗണ്ട് എക്സില് 2023 ഒക്ടോബർ 11 പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ് ഞാൻ ആ വീഡിയോക്ക് ശേഷം വായിച്ചത്. എന്താണ് ആ പോസ്റ്റ്? I think Israel should now ethnically cleanse the whole Gaza and make it non-Muslim territory. This only solution to maintain peace there. എന്നുള്ളതാണ് ആ പോസ്റ്റ്. ആ പോസ്റ്റിന് താഴെ കുദുസ് ടു മൊസാദ് ആൻഡ് IDF. ഇതാണ് രാജേഷ് ശർമ്മ 2023 ഒക്ടോബർ 11 എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് എന്ന് പറയുന്നത്. ഈ കുറിപ്പ് ഇപ്പൊ ഇത്രയധികം ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ്? 2023 ഒക്ടോബറിൽ, അതായത് 2023, 24, 25, 26 3 വർഷത്തോളമാകുന്നു. ഇപ്പൊ എന്തുകൊണ്ട് ഈ പോസ്റ്റ് ചർച്ചയാകുന്നു എന്ന് ചോദിച്ചാൽ ഇതേ രാജേഷ് ശർമ്മയുടെ മകൻ ആദിത്യ ശർമ്മ കൊല്ലപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ആരെങ്കിലും വന്ന് കുത്തിക്കൊന്നതാണോ? അല്ല. അല്ലെങ്കിൽ വല്ല വാഹനാപകടത്തിലും മരിച്ചതാണോ? അതുമല്ല. ഇനി വല്ല പനി ബാധിച്ച്, വല്ല വൈറൽ ഫീവർ ബാധിച്ച് മരണപ്പെട്ടതാണോ? അല്ല. ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടതാണോ? അല്ല. ഒരു സ്വാഭാവിക മരണമോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കൊലപ്പെടുത്തിയതോ? ഇങ്ങനെയൊന്നുമല്ല. പിന്നെ എങ്ങനെയാണ് ആദിത്യ ശർമ്മ കൊല്ലപ്പെട്ടിരിക്കുന്നത്? ആദിത്യ ശർമ്മ ഇന്നലെ ഒമാൻ കടലിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഒമാൻ കടലിൽ ഒരു കപ്പൽ ആക്രമിക്കപ്പെടുകയുണ്ടായി. ആ കപ്പല് ആക്രമിക്കപ്പെട്ടപ്പോ MT സ്റ്റെബലോ എന്ന് പറയുന്ന കപ്പല് ജൂൺ 9 രാത്രി 11 മണിക്ക് ശേഷം ഒമാൻ പുറം കടലിൽ വെച്ചുകൊണ്ട് ആക്രമിക്കപ്പെട്ടു. ആരാണ് ആക്രമിച്ചത്? US മിലിറ്ററി ആക്രമിച്ചു. US മിലിറ്ററി ആക്രമിച്ചു എന്ന് മാത്രമല്ല, കപ്പൽ അപ്പാടെ തകർന്ന് തരിപ്പണമായി. ആ കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരാണ് 21ഓളം ജീവനക്കാരെ ഒമാൻ സൈന്യം തന്നെ രക്ഷപ്പെടുത്തി. 3 പേര് മിസ്സിംഗ് ആയിരുന്നു. ആ 3 പേര് മിസ്സിംഗ് ആയതിൽ ഒന്ന് സുരേഷ് പട്നാല, ആദിത്യ ശർമ്മ, ശിവാനന്ദ് ചൗരസ്യ എന്നീ 3 പേര് മിസ്സിംഗ് ആയിരുന്നു. ആ 3 പേരിൽ പിന്നീട് ഈ ആദിത്യ ശർമ്മയും ശിവാനന്ദ് ചൗരസ്യയും മരിച്ചതായിട്ടുള്ള സ്ഥിരീകരണം ഇതേ ഒമാൻ സൈന്യം തന്നെ നടത്തുകയും ചെയ്തു. ആക്രമിക്കപ്പെട്ട കപ്പലിൽ ജീവനക്കാർ എല്ലാവരും ഇന്ത്യക്കാരായിരുന്നു. അത്
ഈ പറയുന്ന അമേരിക്കൻ സൈന്യമാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞാല് മോദിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സൈന്യം മോദിയുടെ രാജ്യത്തിന്റെ കപ്പല് ആക്രമിച്ചു. കൊല്ലപ്പെട്ടതിൽ ഒരാൾ ഈ പറയുന്ന മോദിയുടെ കടുത്ത ആരാധകനായിട്ടുള്ള രാജേഷ് ശർമ്മ എന്ന് പറയുന്ന സംഘ് പരിവാറുകാരന്റെ മകനാണ്. അയാളുടെ മകൻ മരിക്കുമ്പോ അതിൽ ദുഃഖം വേണം. ഒരു മനുഷ്യന്റെ മരണമാണ്, ദുഃഖം ഉണ്ടാകണം, വേദന ഉണ്ടാകണം, ഒക്കെ ഉണ്ടാകണം. പക്ഷെ എനിക്കതില്ല. അങ്ങനെ ദുഃഖിക്കാനും വേദനിക്കാനും ഉള്ളതല്ല എന്റെ മനസ്സ് എന്നത് അങ്ങനെയല്ല. ഈ മരണത്തില് ഈ അക്രമത്തിൽ കൊല്ലപ്പെട്ട ആദിത്യ ശർമ്മ, ആ ആദിത്യ ശർമ്മയോട് എനിക്ക് യാതൊരുവിധ വിരോധമില്ല. പക്ഷെ രാജേഷ് ശർമ്മ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് വിരോധമുണ്ട്. അതെന്തുകൊണ്ടാ? ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ പിടഞ്ഞു വീഴുമ്പോ ആ ഗസയിലെ എല്ലാ മനുഷ്യരെയും തുടച്ചു നീക്കണം, കൊലപ്പെടുത്തി തുടച്ചു നീക്കണം എന്ന് വംശഹത്യക്ക് വേണ്ടി ആഹ്വാനം നടത്തിയവനാണ് ഈ രാജേഷ് ശർമ്മ. അള്ളാന്റെ ഒരു കളിയെ പടച്ച റബ്ബിന്റെ കളി. മുകളിൽ ഒരു പടപ്പുണ്ട്, പടച്ചവനുണ്ട്. പടപ്പിന് താഴെയാണെങ്കിലും മുകളിൽ, എല്ലാത്തിനും മീതെ, അതുക്കും മേലെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ എല്ലാത്തിനും മീതെ പടച്ച റബ്ബുണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യമാണിത്. 2023 ഒക്ടോബറിൽ ഗസയുടെ മക്കളെ തുടച്ചു നീക്കണമെന്ന് പോസ്റ്റ് ഇട്ടവന് തന്റെ മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതും തന്റെ ആരാധ്യ വീരനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സൈന്യം നടത്തിയ ആക്രമണത്തില് തന്റെ മകനെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമാണ്. നിങ്ങൾ എത്രയൊക്കെ മനുഷ്യത്വം വേണമെന്ന് പറഞ്ഞാലും, നീയൊക്കെ എന്താ ഇങ്ങനെ ഒരു മനുഷ്യന്റെ മരണത്തിൽ സന്തോഷിക്കുകയാണോ എന്ന് പറഞ്ഞാലും, ചിലതൊക്കെ സന്തോഷിക്കാൻ ഉള്ളത് തന്നെയാണ്. ചിലതൊക്കെ സന്തോഷിക്കാനുള്ളത് തന്നെയാണ്. സംഘപരിവാറുകാരന് മാത്രമല്ല, യാതൊരു ബന്ധവുമില്ലാത്ത ഗസയിലെ നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങള് അല്ലേ. ഇന്നലെ ഗസയില് കഴിഞ്ഞ വർഷം നടന്ന ഒരു കൂട്ടക്കുരുതിയുണ്ട്. സഹായിക്കാൻ എന്ന പേരില് പലസ്തീനികളുടെ ക്യാമ്പിലേക്ക് വന്നു കയറിയ ഇസ്രായേൽ സൈന്യം അവിടെ ഉണ്ടായിരുന്ന 237 പേരെയാണ് വെടിവെച്ച് കൊന്നത്. ആ രാജേഷ് ശർമ്മ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഗസ, അവിടുത്തെ മനുഷ്യര്, അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങള്, ആ മനുഷ്യരെയൊക്കെ വംശഹത്യ നടത്തി തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം നടത്തിയ രാജേഷ് ശർമ്മക്ക് കിട്ടിയത് തന്റെ ആരാധ്യനാ പുരുഷന്റെ നരേന്ദ്രമോദിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സൈന്യത്താൽ അവരുടെ ആക്രമണം കാരണം തന്റെ മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ വേദന കാണുമ്പോ, ഈ കണ്ണീര് കാണുമ്പോ, ഈ സങ്കടം കാണുമ്പോ എന്റെ മനസ്സങ്ങനെ സന്തോഷിക്കുകയാണ്. ഒന്ന്, ഒരു DJ പാർട്ടിയിലൊക്കെ പങ്കെടുത്ത് ആനന്ദ നൃത്തമാടാനുള്ള സന്തോഷം എന്റെ മനസ്സിലുണ്ട്. പക്ഷേ ആനന്ദ നൃത്തം DJ പാർട്ടിയിലല്ല നടത്തേണ്ടത്, മറിച്ച് ഇവന്റെ കണ്ണീരിന് മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ആനന്ദ നൃത്തമാടണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ അവരെ തുടച്ചു നീക്കണമെന്ന് വംശവെറി പൂണ്ട ഇസ്ലാം വിരോധം കൊണ്ട്, മുസ്ലിം വിരോധം ഒന്നുകൊണ്ട് മാത്രം ആ ഗസയുടെ മക്കളെ അവിടെ നിന്ന് കൊന്നൊടുക്കാൻ ആഹ്വാനം നടത്തിയവന്, അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടവന്, അവന് കിട്ടിയത് ഇതേ അമേരിക്കയുടെ, ഇസ്രായേലിന് ചെലവും കൊടുത്ത് പോറ്റുന്ന അമേരിക്കയുടെ ആക്രമണത്തില് തന്റെ മകനെ നഷ്ടപ്പെടുകയാണ് അല്ലേ. ഗസയിലെ ഓരോ മാതാപിതാക്കളും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുമ്പോ അവരുടെ ഉള്ളം പിടയുന്നത് രാജേഷ് ശർമ്മക്ക് ഇപ്പൊ മനസ്സിലാകും. എന്താണ് അതിന്റെ വേദന, എത്രത്തോളമാണ് ആ വേദന, അത് എങ്ങനെ സഹിക്കാൻ കഴിയും. എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും രാജേഷ് ശർമ്മയുടെ സ്പെർമ്, അതായത് രാജേഷ് ശർമ്മയുടെ ചോര തന്നെയാണ് ആദിത്യ ശർമ്മ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട ഈ കപ്പൽ ജീവനക്കാരനെങ്കില് രാജേഷ് ശർമ്മയുടെ വരും ദിവസങ്ങളിലെ ഉടക്കം കെടുത്തുന്ന വേദന തന്നെയായിരിക്കും അതെന്നുള്ളതാ. അതല്ല
തന്റെ ചോരയല്ലെങ്കിൽ പിന്നെ രാജേഷ് ശർമ്മക്ക് അതിൽ വേദന ഉണ്ടാവില്ല. എന്താണെങ്കിലും സർട്ടിഫിക്കറ്റിലും അവകാശപ്പെടുന്നതും തന്റെ മകൻ എന്ന് തന്നെയാണ്. ഹമാര ബേട്ട ലാസ്റ്റ് മൺഡേ മേ ബാത്ത് ഹോ ഗയാ താ ബേട്ട കാ സാത്ത് എന്നാണ് പറയുന്നത്. മകൻ എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത്. ഇനി യാഥാർത്ഥ്യം അതാണെങ്കിലും അല്ലെങ്കിലും മനസ്സുകൊണ്ട് മകനായി സ്വീകരിച്ചവനാണ്, മകനാണെന്ന് വിശ്വസിക്കുന്നവനാണ്. ആ മകന്റെ മരണം, ആ മകന്റെ കൊലപാതകം അത് എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് രാജേഷ് ശർമ്മക്ക് മനസ്സിലാകും. ഇതിലും വലിയ വേദനയാ പിഞ്ചു കുഞ്ഞുങ്ങള് ഗസയുടെ മണ്ണിൽ പിടഞ്ഞു വീണപ്പോ ആ മാതാപിതാക്കൾക്കുണ്ടായ വേദന എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഗസയുടെ മണ്ണിലെ ആ മാതാപിതാക്കളുടെ വേദനക്കൊപ്പമാ. രാജേഷ് ശർമ്മയുടെ വേദന അതെനിക്കൊരു ആനന്ദമാണ്. രാജേഷ് ശർമ്മയുടെ കണ്ണീര് അതെനിക്ക് വല്ലാത്ത സന്തോഷം നൽകുന്നു. അങ്ങനെയാണല്ലോ, നഷ്ടപ്പെടുമ്പോഴാണല്ലോ വേദന അറിയുന്നത്. ഗസയുടെ മക്കൾ പിടഞ്ഞു വീഴുമ്പോ അതിന്റെ വേദന എന്താണെന്ന് രാജേഷ് ശർമ്മക്ക് അറിയില്ലായിരുന്നു 3 വർഷം മുമ്പ്. ആ മക്കളൊക്കെ അവിടുന്ന് വെടിവെച്ച് കൊന്നത് അവിടെ നിന്ന് തുടച്ചു നീക്കണം എന്നുള്ളതായിരുന്നു രാജേഷ് ശർമ്മയുടെ ആഗ്രഹവും സ്വപ്നവും. പക്ഷേ ഇന്ന് സ്വന്തം മകൻ അമേരിക്കൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് ആ മകന്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഇനി അത് എത്തുമ്പോ ചങ്കൊന്ന് പടയും, നെഞ്ചൊന്ന് പൊട്ടും, തീരാ ദുഃഖമായിരിക്കും രാജേഷ് ശർമ്മയുടെ മനസ്സിലുണ്ടാവുക. ആ ദുഃഖവും ആ കണ്ണുനീരും ആ ഒരു വെപ്രാളവും ആ ഒരു സങ്കടവും എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. ഗസയുടെ മക്കളുടെ ജീവനറ്റ ശരീരം കാണാൻ കൊതിച്ച് രാജേഷ് ശർമ്മക്ക് പടച്ച തമ്പുരാൻ കാത്തുവെച്ചത് ജീവിച്ചിരിക്കുമ്പോ തന്റെ മകന്റെ മൃതശരീരം ആ കരങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങേണ്ട ഗതികേടാണെങ്കിൽ അതിൽ വലിയ സന്തോഷമുണ്ട്, വലിയ സന്തോഷമുണ്ട്, വലിയ സന്തോഷമുണ്ട്. കാരണം ഗസയിലെ മക്കളും മനുഷ്യരാണ്, ഗസയിലെ മക്കളും മനുഷ്യരാണ്. അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോ, കൊല ചെയ്യപ്പെടുമ്പോൾ, വെടിവെച്ച് വീഴ്ത്തുമ്പോ, ബോംബിട്ട് തകർക്കുമ്പോ, അവരുടെ മൃതശരീരങ്ങൾ ഛിന്ന ഭിന്നമാകുമ്പോ ഉണ്ടാകാത്ത വേദന അതൊന്നും പോരാ. അവിടെയുള്ള അവസാനത്തെ മുസ്ലിമിനെയും തുടച്ചു നീക്കണം, എന്നാലേ തങ്ങൾക്ക് സന്തോഷമാകൂ എന്ന് കുറിക്കുന്ന രാജേഷ് ശർമ്മക്ക് പടച്ച തമ്പുരാൻ കൊടുത്തതാണിത്. ആ വേദന സ്വന്തം ചോരയുടെ ജീവനറ്റ ശരീരം ഈ കൈകൾ കൊണ്ട് ഇങ്ങനെ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ ആദിത്യ ശർമ്മ എന്ന് പറയുന്ന സ്വന്തം മകന്റെ മുഖത്തൂടെ ആ കൈയൊന്നിങ്ങനെ തലോടുമ്പോണ്ടാകുന്ന ആ വേദനയുണ്ടല്ലോ, ആ വേദന തന്നെയാണ് ഗസയിലെ ഓരോ മാതാപിതാക്കളുടെയും ഓരോ മനുഷ്യന്റെയും വേദന എന്നുള്ളത് രാജേഷ് ശർമ്മക്ക് പടച്ച തമ്പുരാൻ കൊടുത്ത പാഠമാണിത്.